കലാസൃഷ്ടി ഉണ്ടായി അതിനെ തുടർന്നുണ്ടാകുന്ന വേട്ടയാടലും ഇത് ആദ്യമായിട്ടല്ല നടക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമുക്കൊക്കെയും അറിയാം. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എന്ത് വേണമെങ്കിലും ചോദ്യം ചെയ്തോളൂ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ തുടരുമെന്ന് തന്നെയുള്ളതാണോ? ഇല്ല, സർക്കാർ ഇപ്പം ഇവിടുത്തെ ഈ നാട്ടിലെ മാധ്യമങ്ങളെയും പ്രതിപക്ഷങ്ങളെയും മുഴുവനും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു സർക്കാരിന് മുന്നോട്ട് പോകാനാവില്ല. സർക്കാരിന് 5 വർഷത്തേക്കുള്ള മാൻഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അത് ജനങ്ങൾ അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 5 വർഷം ജനങ്ങൾ അതിനനുസരിച്ച് ആ മാൻഡേറ്റിനനുസരിച്ചാണ് ജനങ്ങൾ പ്രവർത്തിക്കുക. എന്തും കാട്ടിക്കൂട്ടാം എന്നുള്ളതാണോ? അങ്ങനെ നിങ്ങൾ അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നതെങ്കിൽ അങ്ങനെ സർക്കാരിന് ചെയ്യണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. 5 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പ്രതികാരം ചെയ്യാം, ജനങ്ങളെ കൊണ്ട് പ്രതികാരം ചെയ്യിക്കാം, അതിനുള്ള അവസരമുണ്ട്. അങ്ങനെ തന്നെയാണെന്ന് കൂട്ടിക്കൊള്ളൂ. 5 വർഷം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യും. അതായത് പാർലമെന്റിലെ നിയമം ഇപ്പം ഒരു കാര്യം ആലോചിച്ച് നോക്കണം. ഒരു നിയമം 2 ദിവസം പാർലമെന്റിൽ ലോക്സഭയിലും രാജ്യസഭയിലുമായി ഇവർക്ക് പറയാനുള്ളത് മുഴുവനും കേട്ട് എല്ലാവർക്കും പറയാനുള്ളത് മുഴുവൻ കേട്ട് 10ഉം 13ഉം മണിക്കൂർ അർദ്ധരാത്രി നട്ടപ്പാതിര 1:30 2 മണി വരെ ഇരുന്ന് ചർച്ച ചെയ്തിട്ടാണ് ആ നിയമം പാസ്സായത്. ആ നിയമം അത് നിയമമായത്. അവിടെ ഇരുന്നുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ഏകാധിപത്യമാണ്, ഇവിടെ മറ്റേതാണ്, ഫാസിസമാണ് എന്നൊക്കെ പറയുന്നത്. ഈ രാജ്യത്ത് കൃത്യമായ ഭരണഘടനാ പ്രകാരം എഴുതി വെച്ചിരിക്കുന്നത് പോലെ അല്ലാതെ ഒരു സർക്കാരിനും പ്രവർത്തിക്കാനാവില്ല. അങ്ങനെ പോകാൻ കഴിയുകയുള്ളൂ. അതിൽ ചോദ്യം ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞു ഇഡിക്ക് തെരച്ചിൽ നടത്തേണ്ട സമയത്ത് പരിശോധന നടത്തേണ്ട സമയത്ത് പരിശോധന നടത്തുമെന്നുള്ള കാര്യം പറഞ്ഞു. ഇവിടെ ഇതിനോട് പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ആളുകൾക്കാണെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ എമ്പുരാൻ ഇറങ്ങിയതും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള RSS കേന്ദ്രത്തിന്റെയൊക്കെ പ്രതിഷേധവും അതിന് വിമർശനവും വിദ്വേഷവും നിലനിൽക്കുന്നത് അവർ ഉന്നയിക്കുന്ന ആരോപണത്തിന് അടിസ്ഥാനമായി ഇപ്പോൾ ഈ ഗോകുലം ഗ്രൂപ്പിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന റെയ്ഡിൽ എന്തെങ്കിലും ആധികാരികമായി അത് ഇഡിക്ക് തോന്നുന്നു ഈട് പരിശോധിക്കുന്നതിനപ്പുറത്തേക്ക് പറയാനുണ്ടോ അങ്ങേക്ക്? ഞാനിങ്ങനെ ഇഡി അവർക്ക് എന്തൊക്കെ കിട്ടി എങ്ങനെയൊക്കെ കിട്ടിയിരുന്നു. പക്ഷെ അറിയാൻ കഴിയുന്ന കാര്യം ഇത് മറ്റേ മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട തമിഴ്നാട്ടിലെ കളക്ഷൻ കണക്കുകളുമായിട്ട് ബന്ധപ്പെട്ട റെയ്ഡാണ് എന്നാണ് ഞാൻ അറിയാൻ കഴിയുന്നത്. എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയാനില്ല. എമ്പുരാനുള്ള പണി വീണ്ടും വരാനിരിക്കുന്നേ ഉള്ളൂ. കാര്യം എമ്പുരാന്റെ കളക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. പറഞ്ഞിട്ടില്ല 230 കോടി രൂപ ഇവിടെ കളക്ട് ചെയ്ത് പണി വരാനിരിക്കുന്നുള്ളൂ എന്നൊക്കെ പറയാൻ നിങ്ങളൊക്കെ ആരാണ് ശിശാബ് പ്രസാദ്? ഞാൻ ഈ നാട്ടിലെ പൗരനാണ്. നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്കുള്ള അവകാശം എനിക്കുമുണ്ട്. പണി വരാനിരിക്കുന്നു എന്നുള്ളത് ഒരു ഭീഷണിപ്പെടുത്തൽ വെല്ലുവിളിയൊക്കെ അല്ലേ? പണി വരാനിരിക്കുന്നു പറഞ്ഞ ഭീഷണിപ്പെടുത്തലല്ലേ, ചോദ്യം ചെയ്യലല്ലോ. അതൊരു ചോദ്യം ചെയ്യലല്ലോ ശിശാബ് പ്രസാദ്. എങ്ങനെയാ ചോദ്യം ചെയ്യലാകാം? ഞാൻ നിങ്ങളോട് നിങ്ങൾക്കുള്ള പണി വരാനിരിക്കുന്നു എന്ന് പറയാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ തുല്യമല്ലേ? നിങ്ങൾ ആരെയാണ് ഭീഷണിപ്പെടുത്തുന്നത്? എന്തിനാണ് ഭീഷണിപ്പെടുത്തുന്നത്? എനിക്കത് പറയാൻ അവകാശമുള്ളത് കൊണ്ട് ഞാൻ ഈ നാട്ടിലെ ഒരു പൗരനാണെങ്കിൽ എനിക്കത് പറയാൻ ഈ നാട്ടിലെ പൗരൻ എന്തിനാണ് ഭീഷണിപ്പെടുത്തുന്നതിനെയാണ് ചോദ്യം ചെയ്യുന്നത്? ഒരാളെ ഭീഷണിപ്പെടുത്താൻ എന്ത് അധികാരം, എന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത്? എന്താണ് എമ്പുരാൻ തെറ്റെന്താണ്? എമ്പുരാനുള്ള പണി വരാനിരിക്കുന്നു എന്ന് അങ്ങ് പറയുമ്പോൾ എന്തിന്റെ പേരിലാണ് എമ്പുരാൻ പണി വരിക? എന്തിനാണ് പണി കൊടുക്കുക? അതുകൂടി പറഞ്ഞിട്ട് പോവാം. കേൾക്കട്ടെ. ഇങ്ങനെയൊക്കെ ഭീഷണിയൊക്കെ പറയുമ്പോ ഇടയ്ക്ക് കയറാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. നടുക്ക് നിൽക്കുമ്പോ 230 കോടി രൂപയാണ് എമ്പുരാൻ കളക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 130 കോടി രൂപ ഓവർസീസ് ഇന്ത്യക്ക് പുറത്തു നിന്നാണെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കണക്ക്. ഇവിടെ ഏതാണ്ട് 700 കോടി രൂപ കളക്ട് ചെയ്ത ഛാവ സിനിമ ഇന്ത്യക്ക് പുറത്ത് കളക്ട് ചെയ്തത് 90 കോടിയാണ്. ഇങ്ങനെ ഇവിടെ മുഴുവനും ഇതുവരെയുള്ള ചരിത്രത്തിലെ ഈ അടുത്ത കാലത്തുണ്ടായ കാര്യത്തിൽ ഈ രാജ്യത്ത് കളക്ട് ചെയ്ത ഡൊമസ്റ്റിക് കളക്ഷന്റെ ഒരു 40% മാത്രമേ പുറത്ത് കളക്ഷൻ ഉള്ളൂ. എല്ലാ സിനിമകൾക്കും അങ്ങനെയാണ്. പക്ഷേ ഈ എമ്പുരാന് മാത്രം ഇവിടെ കളക്ട് ചെയ്തതിനേക്കാൾ വളരെയധികം കൂടുതൽ പുറത്തു നിന്ന് കളക്ട് ചെയ്തു. അതിൻ്റെ അകത്ത് എന്തോ ഉണ്ട്, സംശയിക്കത്തക്കതായിട്ടുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അവർ ബോധ്യപ്പെടുത്തണം. ഇനിയും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇനിയും വരും ദിനങ്ങളിൽ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇതുമായിട്ട് മഞ്ഞുമൽ ബോയ്സുമായിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പിന്നെ ഞാൻ എന്ത് പറയണം, എങ്ങനെ പറയണം എന്ന് ഞാൻ തീരുമാനിച്ചോളാം കേട്ടോ. ശരി.